ഒരു ബട്ടൺ അമർത്തുന്നത് കൊണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾ വൈകുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? രാവിലെ അലാറം മുഴങ്ങുന്നു. ആ ഒരു നിമിഷം നിങ്ങളുടെ ജീവിതം നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുന്നു. നീ നിന്റെ സ്വപ്നത്തെ തിരഞ്ഞെടുക്കുമോ അതോ നിന്റെ കിടക്കയെ തിരഞ്ഞെടുക്കുമോ? പലരും പറയുന്നത് ഒറ്റ ഉത്തരമാണ്, ഇനി ഒരു 5 മിനിറ്റ് കൂടി. പക്ഷേ ആ ഒരു 5 മിനിറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് 5 വർഷം കവർന്നെടുക്കുന്ന 5 മിനിറ്റാണ്. കാരണം നിങ്ങൾ സ്നൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഉറക്കത്തെ മാത്രമല്ല നീട്ടിവെക്കുന്നത്, നിങ്ങളുടെ സ്വപ്നങ്ങളെയും കൂടിയാണ് മാറ്റിവെക്കുന്നത്. നിങ്ങൾ ഇന്നലെ രാത്രി കിടക്കുമ്പോൾ എന്താണ് പറഞ്ഞത്? രാവിലെ കൃത്യം 5 മണിക്ക് തന്നെ എഴുന്നേൽക്കും. അതിനാലാണ് നിങ്ങൾ അലാറം വെച്ചത്. പക്ഷേ രാവിലെ അലാറം മുഴങ്ങിയപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് കൊടുത്ത വാക്ക് തന്നെ നിങ്ങൾ പാലിക്കുന്നില്ല. ആ ഒരു നിമിഷം നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങളോട് ഒരു കാര്യം പറയുന്നു. എന്താണ് ആ ഒരു കാര്യം? ഒരു അലാറം പോലും കറക്റ്റ് പാലിക്കാൻ കഴിയാത്ത നീ എങ്ങനെ ഈ കോടികളുടെ സ്വപ്നം കാണുന്നുവോ? ഒരു ചെറിയ തീരുമാനത്തിലും പോലും ഉറച്ചു നിൽക്കാൻ കഴിയാത്ത നീ എങ്ങനെ വലിയ ലക്ഷ്യങ്ങൾ നേടും? വിജയം ആദ്യം നഷ്ടപ്പെടുന്നത് പുറത്തല്ല, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലാണ്. ഒരിക്കൽ നിങ്ങളുടെ ഉപബോധ മനസ്സിന് നിങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടാൽ നിങ്ങൾ എത്ര വലിയ ഗോൾ സെറ്റ് ചെയ്താലും എത്ര മോട്ടിവേഷൻ ചെയ്താലും അത് നിങ്ങളെ വിശ്വസിക്കില്ല. ഓരോ രാവിലെയും 2 തീരുമാനങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ഒന്ന്, എഴുന്നേറ്റ് ജീവിതം മാറ്റുക. രണ്ടാമത്തേത്, കിടന്ന് പഴയ ജീവിതം തന്നെ വീണ്ടും വീണ്ടും തുടരുക. വിജയിച്ചവർക്കും പരാജയപ്പെട്ടവർക്കും ഒരേപോലെ ലഭിക്കുന്നത് 24 മണിക്കൂറാണ്. പക്ഷേ വ്യത്യാസം എന്താണ്? അവർ ആദ്യ 5 മിനിറ്റ് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ്. പക്ഷേ ഓരോ തവണയും നിങ്ങൾ സ്നൂസ് ചെയ്യാതെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സിനോട് നിങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ പറഞ്ഞാൽ ഞാൻ ഉറപ്പായും ചെയ്യും. ആ ഒരു വിശ്വാസമാണ് സാധാരണ മനുഷ്യരെ അസാധാരണ വിജയങ്ങളിലേക്ക് എത്തിക്കുന്നത്. 5 മിനിറ്റ് കൂടി ഉറങ്ങുന്നത് കൊണ്ട് നിങ്ങളുടെ ജീവിതം മാറില്ല. പക്ഷെ 5 മിനിറ്റ് നേരത്തെ എഴുന്നേൽക്കാൻ പഠിച്ചാൽ നിങ്ങളുടെ ശീലങ്ങൾ ഉറപ്പായും മാറും. ശീലങ്ങൾ മാറിയാൽ നിങ്ങളുടെ ഭാവിയും മാറും. കാരണം വിജയം വലിയ തീരുമാനങ്ങളിൽ നിന്നല്ല ജനിക്കുന്നത്, ചെറിയ വിജയങ്ങളിൽ നിന്നാണ്. രാവിലെ അലാറം മുഴങ്ങുമ്പോൾ കിടക്കയെ തോൽപ്പിക്കുന്ന ആ ചെറിയ വിജയം ഒരു ദിവസം ജീവിതത്തെയും വിജയിപ്പിക്കും. അലാറം പ്ലസ് സ്നൂസ് ഈക്വൽ ടു ശീലങ്ങളുടെ തോൽവി. അലാറം പ്ലസ് നോ സ്നൂസ് ഈക്വൽ ടു ശീലങ്ങളുടെ വിജയം. ശീലങ്ങളുടെ വിജയം ഒരു ദിവസം ജീവിത വിജയമായി മാറും. കാരണം വിജയം ഒരു ദിവസം പെട്ടെന്ന് സംഭവിക്കുന്നതല്ല. ഓരോ രാവിലെയും സ്നൂസ് ചെയ്യാതെ ചെറിയ ചെറിയ വിജയങ്ങൾ കൂട്ടിച്ചേർക്കുമ്പോഴാണ് വലിയ വിജയം ഉണ്ടാവുന്നത്. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന 5 സ്റ്റെപ്പ് സ്നൂസ് പ്രൂഫ് സ്ട്രാറ്റജി ഒരുപാട് പേരുടെ രാവിലെയും ജീവിതവും മാറ്റിയ രീതിയാണ്. ഹാൾ എൽറോഡിൻ്റെ ദി മിറക്കിൾ മോർണിംഗ് എന്ന ബുക്കിൽ ഞാൻ വായിച്ചതാണ്. ഈ ഒരു ശീലം നിങ്ങൾ ജസ്റ്റ് 7 ദിവസം ഒന്ന് പരീക്ഷിച്ചു നോക്കൂ. 8ാമത്തെ ദിവസം അലാറം മുഴങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ എഴുന്നേൽക്കാൻ തുടങ്ങും. സ്റ്റെപ്പ് നമ്പർ 1, രാത്രിയിൽ തന്നെ നിങ്ങൾ ഇങ്ങനെ തീരുമാനിക്കൂ, നാളെ രാവിലെ ഞാൻ ഭയങ്കര ഹൈ എനർജിയോട് കൂടി എഴുന്നേൽക്കും. നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് മനസ്സിനോട് പറയുന്ന കാര്യങ്ങൾ ഉപബോധ മനസ്സ് ഭയങ്കര ഗൗരവമായി സ്വീകരിക്കും. രാവിലെ എഴുന്നേൽക്കുന്നത് ആദ്യം ശരീരത്തിൻ്റെ ജോലിയല്ല, അത് മനസ്സിൻ്റെ തീരുമാനമാണ്. സ്റ്റെപ്പ് നമ്പർ 2, അലാറം അകലെ വയ്ക്കൂ. അലാറം കിടക്കയുടെ അടുത്താണെങ്കിൽ സ്നൂസ് ചെയ്യാൻ 1 സെക്കൻഡ് മതി. പക്ഷേ അത് മുറിയുടെ മറുവശത്ത് വെക്കും. എഴുന്നേറ്റ് നടക്കേണ്ടി വരും. ഒരു പ്രാവശ്യം ശരീരം എഴുന്നേറ്റാൽ വീണ്ടും കിടക്കാനുള്ള സാധ്യത വളരെ വളരെ കുറയും. സ്റ്റെപ്പ് നമ്പർ 3, പല്ല് തേച്ച് മുഖം കഴുകൂ. എഴുന്നേറ്റ ഉടനെ വാഷ്റൂമിൽ പോയി പല്ല് തേച്ച് തണുത്ത വെള്ളത്തിൽ മുഖം കഴുകൂ. അത് നിങ്ങളുടെ തലച്ചോറിന് ഒരു സന്ദേശം നൽകും, എൻ്റെ ദിവസം തുടങ്ങി. ഉറക്കത്തിൻ്റെ മന്ദത വേഗത്തിൽ കുറയും. സ്റ്റെപ്പ് നമ്പർ 4, 1 ഗ്ലാസ് വെള്ളം കുടിക്കൂ. 7 to 8 hours ഉറങ്ങിയതിന് ശേഷം 1 ഗ്ലാസ് വെള്ളം കുടിക്കൂ. നിങ്ങളുടെ ശരീരത്തിനും തലച്ചോറിനും അതൊരു റീസ്റ്റാർട്ട് ബട്ടൺ പോലെയാണ്. കൂടുതൽ ഉന്മേഷം നിങ്ങൾക്ക് അനുഭവപ്പെടും. സ്റ്റെപ്പ് നമ്പർ 5, ഉടനെ മൂവ് ചെയ്യൂ. വീണ്ടും കിടക്കരുത്.
പകരം 2-3 മിനിറ്റ് നടക്കൂ, കൈകാലുകൾ സ്ട്രെച്ച് ചെയ്യൂ, അല്ലെങ്കിൽ ഒരു 10 ജമ്പിങ് ഹാക്സ് ചെയ്യൂ. ശരീരം ചലിക്കുമ്പോൾ മനസ്സും ഉണരും, പ്രവർത്തനം ഊർജം സൃഷ്ടിക്കും. ഓർക്കുക, സ്നൂസ് ബട്ടൺ നിങ്ങളുടെ ശത്രുവല്ല, അതൊരു പരീക്ഷണമാണ്. ഓരോ രാവിലെയും ജീവിതം നിങ്ങളോട് ചോദിക്കുന്നു, നിന്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി നീ ഇന്ന് എഴുന്നേൽക്കുമോ? ഓരോ തവണയും സ്നൂസ് ചെയ്യാതെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് ജയിക്കുന്നില്ല, നിങ്ങളുടെ സ്വഭാവത്തെയാണ് രൂപപ്പെടുത്തുന്നത്. കാരണം വിജയിക്കുന്നവർ വ്യത്യസ്ത കാര്യങ്ങൾ ചെയ്യുന്നില്ല, അവർ ചെറിയ ചെറിയ കാര്യങ്ങൾ സ്ഥിരമായി ചെയ്യുന്നവരാണ്. ഇതിനാൽ ഇന്ന് രാത്രി നിങ്ങൾ തീരുമാനിക്കൂ, നാളെ രാവിലെ നോ എക്സ്ക്യൂസസ്, നോ സ്നൂസ്, ജസ്റ്റ് റൈസ്. നിങ്ങളുടെ ജീവിതം മാറുന്നത് വലിയ തീരുമാനത്തിലൂടെയല്ല, അലാറം മുഴങ്ങുന്ന ആദ്യ 5 സെക്കൻഡിൽ നിങ്ങൾ എടുക്കുന്ന ആ ചെറിയ തീരുമാനത്തിലൂടെയാണ്. നാളെ രാവിലെ അലാറം മുഴങ്ങുമ്പോൾ നിങ്ങൾ 2 പേരിൽ ഒരാളെ മാത്രം തിരഞ്ഞെടുക്കണം. ഇന്നത്തെ സുഖം അല്ലെങ്കിൽ നാളത്തെ വിജയം. Snooze is not just a button, it's a habit, and habit creates destiny. Don't snooze, just choose success. So, ഇനി മുതൽ രാവിലെ അലാറം മുഴങ്ങുമ്പോൾ ഒറ്റ കാര്യം മാത്രം നിങ്ങൾ ഓർക്കുക, നിങ്ങൾ കിടക്കയോട് യുദ്ധം ചെയ്യുന്നത് ശരിയല്ല. നമ്മൾ മനസ്സിലാക്കണം, അലാറം മുഴങ്ങിയ നിമിഷം തന്നെ എഴുന്നേൽക്കുന്ന ആൾ ഒരു ദിവസം ലോകത്തെയും എഴുന്നേറ്റ് നോക്കാൻ പ്രേരിപ്പിക്കും. അതിനാൽ നാളെ രാവിലെ അലാറം റിംഗ് ചെയ്യുമ്പോൾ നോ എക്സ്ക്യൂസസ്, നോ സ്നൂസ്, ജസ്റ്റ് റൈസ്.